ഇൻട്രോ എടുത്ത് പരിചയമില്ലാത്തതാണ്, ഇൻട്രോ എടുക്കേണ്ട ആവശ്യമില്ലാത്തതാണ്. പക്ഷേ ഇന്നത്തെ ഇൻട്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല. ഇന്നത്തെ വീഡിയോ കുറച്ച് ടൈം എടുത്ത് പ്രോസസ്സ് ചെയ്യുന്ന ഒരു ചിക്കൻ കറിയുടെയാണ്. ഒരു സ്ലോ കുക്കിംഗ് ചിക്കൻ കറിയാണ്. അത് ഒരു അഫ്ഗാനി ചിക്കൻ കറിയുടെ കേരള വേർഷനിലേക്ക് ചേഞ്ച് ചെയ്തിട്ടുള്ള ഒരു കറിയാണ്. കുറച്ച് ടൈം എടുക്കുന്നൊരു പ്രോസസ്സാണ്. അപ്പോൾ അതുകൊണ്ട് തുടക്കം തന്നെ അത് പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഞാനൊരു എന്താ പറയുക, ആദ്യം തന്നെ ഒരു ഇൻട്രോയോ ഇടാൻ തുടങ്ങി. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോഴേ അങ്കക്കലി ഇവിടെ തുടങ്ങിയിട്ട് ആകപ്പാടി എടുത്തേക്കുന്ന 1 കിലോ ചിക്കനും അതിന് വേണ്ടി എടുത്തേക്കുന്നത് 5 സവാളയാട്ടാ. എന്തുട്ട് ഉണ്ടടാ ഇവനീ പറഞ്ഞതെന്ന് ചിന്തിക്കേണ്ട. ഇതിനാവശ്യമുള്ള സാധനം അത്രയും തന്നെ വേണമെന്ന്. അതായത് നമ്മൾ 1 കിലോ ചിക്കനായിട്ട് എടുത്തേക്കുന്നത് ഏകദേശം ഒരു 350-400 ഗ്രാം തന്നെ സവാളയാട്ടോ. 5 സവാള എന്ന് പറയുമ്പോൾ അതിൻ്റെ മേളിൽ പോകും, കുഴപ്പമില്ല. എന്നാലും കുഴപ്പമില്ല, ഇരിക്കട്ടെ എന്ന് ഇതിനാവശ്യമുള്ള സാധനമായിട്ട് എടുത്തു വെച്ചേർന്നേ. ആ സവാളയുടെ കൂടെ ചേർക്കാനുള്ള 2 തക്കാളി 3 പച്ചമുളകും കൂടെ കൂടിയായിട്ട് ഇരിക്കണുണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ലോ ഫ്ലെയിമിൽ കുറച്ച് അധികം സമയം ഇരുന്ന് കുക്കായി എടുക്കേണ്ട ഒരു പ്രോസസ്സിങ് ഉള്ള ഒരു ചിക്കൻ കറി ആയിട്ടോ. ധൃതി ഉള്ളൊരു ഈ വീഡിയോ കണ്ടിട്ട് ധൃതിക്ക് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വാരി വെള്ളവും വരും, കപ്പൽ മയ്യത്തൂ എന്ന് പറഞ്ഞ അവസ്ഥയായി പോകുന്നു. അപ്പോൾ ചീഞ്ഞട്ടി വെച്ച് എണ്ണ ഒഴിച്ച് ചൂടായി കഴിഞ്ഞപ്പോൾ കുറച്ച് പെരിഞ്ചീരകത്തിനെ പിടിച്ചൊരു തട്ടം വെച്ച് കൊടുത്ത് തണ്ടോടുകൂടി ഇരുന്ന കറിവേപ്പിലേനെ തണ്ടൊടിച്ച് വലിച്ചൂരി എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അരിഞ്ഞു വെച്ചിരുന്ന സവാളേനെ പിടിച്ചൊരു തട്ടും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ കൂടി ഒന്ന് മിക്സ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. സാൾട്ട് ടു ടേസ്റ്റ് എന്നാണല്ലോ. എണ്ണ ഒഴിക്കാൻ മറന്നാൽ ഉപ്പിടാൻ മറക്കരുതെന്ന് പണ്ടും പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും പറയുവാട്ടാ. അതിനെ മൂടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. സ്റ്റൗവിൽ തീ കുറച്ചാണ് ഇട്ടേക്കുന്നത്. പയ്യ മതിയെന്ന് ധൃതിയില്ലാത്ത കറിയാണ്. ഇനി ഇതിനകത്തേക്ക് ആവശ്യമുള്ളൊരു സാധനമായിട്ട് കുറച്ച് തേങ്ങാക്കൊത്ത് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ ഒരു 10-12 കഷ്ണം അണ്ടിപ്പരിപ്പും കൂടെ എടുത്ത് മിക്സിയുടെ ജാറിൽ വെള്ളം ഒഴിച്ച് മാറ്റിയിട്ടിട്ടുണ്ടെന്ന്. മിക്സിയുടെ ജാർ അടച്ചു മൂടി മാറ്റി വെച്ച സമയത്ത് നമ്മൾ അടുപ്പത്ത് വെച്ചേർന്ന ചീഞ്ചട്ടിക്കകത്തിരുന്ന മൂടിയൊന്ന് മാറ്റി നോക്കിയിട്ടോ. സവാള എവിടം വരെ വാടിയിട്ടുണ്ട്, എങ്ങനെയൊക്കെ വാടിയിട്ടുണ്ട്, ഏതൊക്കെ തരത്തിൽ വാടിയിട്ടുണ്ടെന്ന് ഒളിഞ്ഞു നോക്കണമല്ലോ. ഇല്ലിങ്ങിണ്ടല്ല കപ്പൽ മയ്യത്തൂന്ന്. പിന്നെ ആദ്യം തന്നെ പറയാൻ വിട്ടുപോയ വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ മക്കളെ. എന്നാന്ന് വെച്ചാൽ ഇതിനകത്ത് സാധാരണ നമ്മൾ ചേർക്കുന്നത് വെളിച്ചെണ്ണയാണെങ്കിൽ ഇതിനകത്ത് വെളിച്ചെണ്ണ എന്ന് പറഞ്ഞ സാധനം ചേർക്കുകയേ ചെയ്യരുത്. സൺഫ്ലവർ ഓയിലാണ് ഏറ്റവും ബെറ്റർ. മാത്രമല്ല സവാളയ്ക്ക് ഇച്ചിരി എണ്ണ കൂടുതലും വേണ്ടിട്ട്. ഈ കറിക്കകത്തൊരു എണ്ണമയം വേണ്ട കറിയാണ്. നമ്മൾ ഇതിനായിട്ട് എടുത്തേക്കുന്ന മസാല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാശ്മീരി ചില്ലി ഒരു 3 സ്പൂൺ എടുത്തിട്ടുണ്ട്, ഗരം മസാല ഒരു 1.5 സ്പൂൺ എടുത്തിട്ടുണ്ട്, മീറ്റ് മസാല 1 സ്പൂൺ എടുത്തിട്ടുണ്ട്, ചിക്കൻ മസാല 1 സ്പൂൺ 1.5 സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ജീരകപ്പൊടി ഉണ്ടല്ലോ, ചെറുജീരകത്തിൻ്റെ പൊടി, ആ ഒരു നുള്ള ജീരകപ്പൊടി എടുത്തിട്ടുണ്ട്. ഒരു 1/2 സ്പൂണായിട്ട് എടുത്തിട്ടുള്ളൂ. മല്ലിപ്പൊടി എന്ന് പറഞ്ഞ സാധനം നമ്മളിതിൻ്റെ 7 അയലക്കത്തേക്ക് തൊടിയിക്കുന്നില്ല. അതേപോലെ തന്നെ മുളക് പൊടി എന്ന് പറഞ്ഞ സാധനം ഇതിൻ്റെ പരിസരത്തേക്ക് നമ്മൾ അടുപ്പിക്കുന്ന പോലും കേട്ടാ. ആവശ്യത്തിനുള്ള മസാല എല്ലാം കൂടെ ഇട്ട് കൊടുത്തൊന്ന് വാട്ടിയെടുത്ത് തന്നെ പച്ചമണം മാറ്റിയതിന് ശേഷം നമ്മൾ അതിനകത്തേക്ക് ഒഴിച്ച് കൊടുത്തത് കുറച്ച് ഗ്രീൻ ചില്ലി സോസാട്ടാ. പച്ചമുളകിൻ്റെ സോസില്ല, അത് തന്നെ. അതും ഇട്ട് കൊടുത്തൊന്ന് ഇളക്കി തട്ടി മിക്സ് ചെയ്ത് സെറ്റാക്കിയിട്ട് നമ്മൾ കഴുകി വാരി വെള്ളം വാഴ്ത്താൻ വെച്ചിരുന്ന ആ ചിക്കനെ പിടിച്ച ആ അരിപ്പപാത്രത്തിൽ നിന്ന് എടുത്തിട്ട് ഒരൊറ്റ തട്ടും വെച്ച് കൊടുത്ത് ഇളക്കി കൂട്ടി മിക്സാക്കി വീണ്ടും അടച്ചു മൂടി ലോ ഫ്ലെയിമിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. ഈ ലോ ഫ്ലെയിം എന്ന് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഫ്ലെയിം കൂട്ടിയിട്ട് വേവിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് കിട്ടൂല. അതുകൊണ്ടാട്ടതേ കത്തിക്കൊണ്ടിരിക്കുന്ന തീ കാണിച്ചു തന്നത്. കത്തിക്കൊണ്ടിരുന്ന തീ കാണിച്ചു തന്നതിൻ്റെ പുറകെ തന്നെ അത് അവിടെ ഇരുന്ന് ആവട്ടെ. അപ്പോഴത്തേക്ക് ഇതിട്ട് ഇവിടെ ഇട്ടിരുന്ന് കറക്കി നോക്കാമെന്നും പറഞ്ഞ് ജിബിനാസ് കഫേയിൽ ജിബിനാസ് കറക്കണവരൊന്ന് കറക്കി നോക്കിയിട്ട് കറക്കൽ മാത്രമേ ഉണ്ടാവുള്ളൂ, കറക്കിയത് ശരിയായില്ല എന്ന്. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള രീതിക്ക് നമ്മൾ നല്ല അടിപൊളിയായിട്ട് അണ്ടിപ്പരിപ്പും തേങ്ങാക്കൊത്തും കൂടി അരച്ച് നല്ല കുഴമ്പം സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ലോ ഫ്ലെയിമിൽ ഇരിക്കണേന്ന് കരുതി ചീഞ്ചട്ടിയിലേക്ക് ഒളിഞ്ഞ് നോക്കാതിരിക്കേണ്ട. ഇടയ്ക്കിടയ്ക്കൊന്ന് ഒളിഞ്ഞ് നോക്കണം. ഒളിഞ്ഞ് നോക്കിയില്ലെങ്കിൽ എണ്ണയുണ്ട്, ലോ ഫ്ലെയിമല്ലേ എന്നും പറഞ്ഞ് ഇരുന്ന് കഴിഞ്ഞാൽ അടിയിലിരിക്കണ സാധനം കറുത്തും പോവും, ടേസ്റ്റ് ഇട്ട് മാറിയും പോകും കേട്ടോ. ഇതിനകത്ത് നിങ്ങളോട് പറയാണ്ട് ഞാനൊരു മായപ്പണി ചെയ്തു തരുന്നു കേട്ടോ. ഒരു ഗ്ലാസ് ചൂടുവെള്ളം കൂടെ ചേർത്ത് തരുന്നു. നിങ്ങളോട് പറയണ്ടെന്ന് ഓർത്താ. പക്ഷെ നിങ്ങൾ കണ്ണുവട്ടന്മാരല്ല, കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവൂലോ, എന്നെ തെറി വിളിക്കൂലോ എന്ന് കരുതിയിട്ട് വെള്ളം ഒഴിച്ച കാര്യം വീഡിയോ എടുക്കാൻ മറന്നുപോയാലും പറയാതിരിക്കാനുള്ള മര്യാദ എനിക്കില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ വെള്ളം കൂടെ ഒഴിച്ച് നമ്മൾ വീണ്ടും ലോ ഫ്ലെയിം തന്നെ കേട്ടോ. ലോ ഫ്ലെയിം വിട്ടൊരു കളി നമുക്കില്ലാന്ന്. ലോ ഫ്ലെയിം മാറാതെ തന്നെ നോക്കിക്കൊള്ളണമെന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക കേട്ടോ. ലോ ഫ്ലെയിമിലിട്ടാണെങ്കിലും ഇടയ്ക്കൊന്ന് തട്ടിക്കൊത്തി കൊടുത്തില്ലെങ്കിൽ ശരിയാവില്ല കേട്ടോ. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി മറിച്ച് ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചാൽ അതിൻ്റെ ഇടയ്ക്കുള്ള ഉപ്പും കൂടെ ഒക്കെ ഒന്ന് നോക്കി. ഇപ്പം തന്നെ നല്ല അടിപൊളി ചിക്കൻ റോസ്റ്റ് പരുവത്തിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് തിളച്ച് കുറുകി വന്ന സമയത്താട്ടാ നമ്മൾ അരച്ചു വെച്ചേർന്ന അരപ്പ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണത്. ഒരു 1.5 ചേർക്കലാട്ടാ ചേർത്തേക്കണേ. ഒരിക്കൽ കൂടി പിന്നെയും പറയുവാണ്, എണ്ണ ഒഴിക്കാൻ മറന്നാലും കുഴപ്പമില്ല, ഉപ്പിടാൻ മറക്കരുതിട്ടാ. ഉപ്പിടാൻ മറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കപ്പൽ മയ്യത്തൂന്ന്.
ഇനിയുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ ലോ ഫ്ലെയിം ചെയ്ത് തീയിട്ട് ചെയ്യുന്നത് പോലെ തന്നെയാട്ടാ. നമ്മൾ ഇളക്കണതും അടക്കണതും പിടിക്കണതും എല്ലാം വളരെ സ്ലോവിലാ പാടുള്ളൂ. ഇല്ലെങ്കിൽ ചിക്കൻ്റെ എല്ല് വേറെ ചിക്കൻ വേറെ ആയി പോകുന്നു. അപ്പോൾ നമ്മുടെ അരപ്പം കൂടെ ചേർത്തൊന്ന് സെറ്റാക്കി ഒന്ന് തിളച്ച് കയറി വന്നപ്പോഴത്തേക്ക് നമ്മൾ മറ്റേ കറിവേപ്പില ഇട്ടാ ഊരിയിട്ട് നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ട് ഇന്ത്യയിൽ നിന്ന് കുറുകി കിട്ടിക്കഴിഞ്ഞാൽ സാധനം റെഡി. എന്തായിരിക്കണം ഇരിപ്പ്.